Good morning, my dears. This is Dizon Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പോമാണ് പഠിക്കാൻ പോകുന്നത്. ഒസിമാൻഡിയസ് എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഒസിമാൻഡിയസ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ അതിൻ്റെ പിക്ചർ കാണാൻ കഴിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒസിമാൻഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PB ഷെല്ലി എഴുതിയിട്ടുള്ള ഒരുപാട് പ്രണയത്തെക്കുറിച്ചും എന്ന് വെച്ചാൽ PB ഷെല്ലി നമുക്കറിയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് PB ഷെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം പ്രണയത്തെക്കുറിച്ച്, നേച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരുപാട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പോയംസ് ഒക്കെ എഴുതുന്ന ഒരാളാണ് PB ഷെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഒസിമാൻഡിയസ് എന്ന് പറയുന്ന ഈ ഒരു പോം. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ഒസിമാൻഡിയസ്? ഇറ്റ്സ് എ സ്കൾപ്ചർ അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്റ്റാച്യു ഓഫ് എ റൂളർ. ഒരു ഒസിമാൻഡിയസ് എന്ന് പറയുന്ന ഒരു റൂളറിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒസിമാൻഡിയസ്. ഒസിമാൻഡിയസ് ഈസ് എ റൂളർ. ഒസിമാൻഡിയസ് എന്ന് പറയുന്നത് ഒരു റൂളറാണ്, ഒരു രാജാവ് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒസിമാൻഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു കാണാനിടയാവുകയാണ് നമ്മുടെ പോയിറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? വലിയ 2 കാലുകൾ മാത്രമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ പ്രതിമയുടെ ഫുള്ളും ഇല്ല, ബോഡി ഒന്നും കാണുന്നില്ല, തല ഇല്ല, അങ്ങനെ ഓരോ ഭാഗത്ത് കിടക്കുകയാണ്. പക്ഷെ ആ കാല് എന്ന് വെച്ചാൽ കാലിൻ്റെ വലിയൊരു ഭാഗം നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ കാലിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്, തല മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു ട്രാവലർ, അതുവഴി പോകുന്ന ഒരു ട്രാവലറാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ട്രാവലർ കാണുന്ന സമയത്ത് ട്രാവലർ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയാണ്, ഞാൻ വരുന്ന വഴിക്ക് ഒരു വലിയ പ്രതിമയെ കണ്ടു. ഒരു ട്രാവലർ പറയുകയാണ്, എന്താണ്, ഞാൻ വരുന്ന വഴിക്ക് വലിയൊരു പ്രതിമയെ ഞാൻ കണ്ടു. ആ പ്രതിമയുടെ പ്രത്യേകത എന്താണ്? 2 വലിയ കാലും വലിയ ബോഡിയും ഒക്കെയാണ്, പക്ഷെ അദ്ദേഹത്തിന് തലയില്ല. ആ പ്രതിമയ്ക്ക് എന്തില്ല? തല ഇല്ല എന്ന് പറയുന്നു. ആ പ്രതിമയുടെ തല എന്താണ്? മണൽ പരപ്പിൽ ഇങ്ങനെ പൂഴ്ന്നു കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ആരുടെ പ്രതിമയാണാവോ അത്? എന്ന് വെച്ചാൽ ആരാണാവോ അതിൻ്റെ ശില്പി? എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായിട്ടാണ് ആ പ്രതിമ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ആ സ്റ്റാച്യു എന്ന് പറയുന്നത് ആരുടെ ആണെങ്കിലും എന്താണ്, അത് നിർമ്മിച്ച ആൾ എന്ന് പറയുന്നത് അത്രയും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്, അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ കഴിവ് മുഴുവനും എന്താണ്, ആ ഒരു പ്രതിമയുടെ മുകളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത്രയും കഴിവുകൾ, അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പ്രതിമ എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആ സ്കൾപ്ചർ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ആ ശില്പിയുടെ കഴിവിനെ എന്താണ്, അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ആ ശില്പിയുടെ കഴിവിനെ അദ്ദേഹം പ്രശംസിക്കുന്നു. പിന്നെന്താ പറയുന്നത്? ആ റൂളറിൻ്റെ ഫേസ് എക്സാക്ട്ലി അദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ചില ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇത് ആരുടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, അത് ഒരു ശില്പിയുടെ കഴിവാണത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ട്രാവലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റൂളറിൻ്റെ മുഖം, ആ റൂളറിനെ ഈ ട്രാവലർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടതുപോലെ ഒരു ഫീലിംഗ് ആ സ്കൾപ്ചറിൻ്റെ മുഖം കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു റൂളറിൻ്റെ മുഖത്തെ ഭാവം അതുപോലെ തന്നെ ആ ഒരു സ്കൾപ്ചറിൽ എന്താണ്, ഈ ഒരു ശില്പി കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൽ എന്താണ്, അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ കഴിവിൻ്റെ പരമാവധി എന്താണ്, ആ ശില്പത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ദെൻ ലാസ്റ്റ് നമ്മുടെ ട്രാവലർ കാണുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ സ്റ്റാച്യുവിൻ്റെ പെഡസ്റ്റൽ ഭാഗത്ത്, കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഈ ഒരു പ്രതിമയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? ഒസിമാൻഡിയസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒസിമാൻഡിയസ് എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഒസിമാൻഡിയസ് എന്ന് പറയുന്ന ഈ ഒരു റൂളർ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു റൂളറായിരുന്നു എന്ന് പറയുന്നു. കാരണം വളരെ എന്താ പറയുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അഹങ്കാരിയായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ഉപകാരം ചെയ്യാത്തൊരു റൂളറായിരുന്നു, വളരെ അറഗൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കിങ് ഓഫ് കിങ്സ് എന്ന്, എന്താണ്, രാജാക്കന്മാരിൽ രാജാവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രതിമ മറ്റുള്ളവരെ ഇത്തരത്തിൽ നശിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നു. ആ ശില്പിയുടെ അത്രയും വലിയൊരു കഴിവ് മറ്റുള്ള ആളുകൾ നശിപ്പിക്കാൻ, എന്ന് വെച്ചാൽ അതിൻ്റെ കാല് മാത്രമാണ് അവിടെ കിടക്കുന്നത്, തല വേറെ ഉടൽ വേറെയൊക്കെയാണ് കിടക്കുന്നത്. അത് അത്രയും ഇതായിട്ട് നശിപ്പിക്കാനുള്ള കാരണം ഈ ഒസിമാൻഡിയസ് എന്ന് പറയുന്ന ഈ ഒരു റൂളർ എന്താണ്, വളരെ അറഗൻ്റ് ആയിട്ടുള്ള, വളരെ
സോ ഇതാണ് ഒസിമാൻഡിയസ് എന്ന് പറയുന്ന നമ്മുടെ പോത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബി ഷെല്ലിയാണിത് എഴുതിയിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.